നമസ്കാരം. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുക എന്ന കീഴ്വഴക്കം പിന്തുടരണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണം എന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുക എന്നത് പ്രായോഗികമല്ലെന്നാണ് ഇപ്പോൾ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായി സൂക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൃത്രിമം നടക്കുമെന്ന വാദത്തിൽ കഴമ്പില്ലെന്നുമാണ് കമ്മീഷൻ പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. വോട്ടെണ്ണൽ കൂടുതൽ സുതാര്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം. എന്നാൽ ഇതിനോട് അനുകൂലമായല്ല കമ്മീഷൻ പ്രതികരിച്ചത്. ഇതിനിടെ തിരഞ്ഞെടുപ്പ് ഫലത്തെയും കമ്മീഷനെയും അപമാനിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം എന്ന് ആരോപിച്ച് ബി.ജെ.പിയും രംഗത്തെത്തിയിരുന്നു. പോസ്റ്റൽ ബാലറ്റുകളുടെ വിഷയം കൂടാതെ വേറെയും ആവശ്യങ്ങൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വച്ചിരുന്നു. 1961 തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനെക്കുറിച്ചും CCTV നിരീക്ഷണത്തിലുള്ള കൺട്രോൾ യൂണിറ്റുകളുടെ സുരക്ഷിതമായ ചലനം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും പ്രതിപക്ഷം കമ്മീഷനോട് വ്യക്തത തേടിയിരുന്നു. കൺട്രോൾ യൂണിറ്റുകളിലെ തീയതി, സമയം എന്നിവ പരിശോധിച്ചുറപ്പാക്കാനും വോട്ടിംഗ് ആരംഭ അവസാന സമയങ്ങൾ സ്ഥിരീകരിക്കാനും സ്ലിപ്പുകൾ, ടാഗുകൾ, കൗണ്ടിംഗ് ഏജന്റുമാർക്കുള്ള വിശദാംശങ്ങൾ എന്നിവ വെളിപ്പെടുത്താനും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം 295 സീറ്റുകളിൽ അധികം നേടി അധികാരത്തിലെത്തുമെന്ന് പലവട്ടം ആവർത്തിച്ചിരുന്ന ഇന്ത്യ മുന്നണിക്ക് ആശാവഹമായ വിവരങ്ങളായിരുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അട്ടിമറിക്കാനാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കൂടാതെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ജില്ലാ മാജിസ്ട്രേറ്റുമാരെ നേരിട്ട് വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതിനിടയിൽ ആരോപിച്ചിരുന്നു. പുറത്തിറങ്ങുന്ന ആഭ്യന്തരമന്ത്രി ജില്ലാ മജിസ്ട്രേറ്റുമാരെ അഥവാ കളക്ടർമാരെ വിളിക്കുന്നു. ഇതുവരെ 150 പേരോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് നഗ്നവും ധിക്കാരപരവുമായ ഭീഷണിയാണ്. ബി.ജെ.പി എത്ര നിരാശയിലാണ് എന്ന് ഇത് കാണിക്കുന്നു എന്നാണ് ജയറാം രമേശ് എക്സിൽ കുറിച്ചത്. വളരെ വ്യക്തമായി പറയട്ടെ, ജനങ്ങളുടെ ഇഷ്ടം വിജയിക്കും. ജൂൺ 4 മിസ്റ്റർ മോദിയും ഷായും ബി.ജെ.പിയും പുറത്തു പോകും. ഇന്ത്യ സഖ്യം വിജയിക്കും എന്നും എക്സ് പോസ്റ്റിൽ രമേശ് ഉറപ്പിച്ചു പറഞ്ഞു. ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിന് വിധേയരാകരുതെന്നും ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്നും പറഞ്ഞ രമേശ് അവർ നിരീക്ഷണത്തിലാണെന്ന കാര്യം ഓർമ്മ വേണമെന്നും എടുത്തു പറഞ്ഞു. ദേശീയ മാധ്യമങ്ങൾ മൂന്നാമതും മോദി തന്നെ വിജയിക്കും എന്ന മട്ടിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോസ്റ്റൽ ബാലറ്റ് വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വൈകിയ വേളയിൽ സമീപിച്ചത്. എന്നാൽ നിഷേധാത്മകമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ചത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് കരുതാൻ ന്യായമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.